നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഡിസംബർ മാസം 28-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ കരട് പട്ടികയിൽ ഇടം നേടിയവർ ഹിയറിംഗിന് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഹാജരാകണം, അല്ലെങ്കിൽ അന്തിമ പട്ടികയിൽ പേരുണ്ടാകില്ല. നിശ്ചയിച്ച സമയത്ത് ഹിയറിംഗിന് ഹാജരാകാത്തവർ അതിനുള്ള കാരണം രേഖാമൂലം EROയെ അറിയിച്ച് നേരിട്ട് അപേക്ഷ നൽകിയാൽ മാത്രമേ അടുത്ത ഹിയറിംഗിനുള്ള സമയം ലഭിക്കുകയുള്ളൂ. അതും ഒരവസരം മാത്രമായിരിക്കും ലഭിക്കുക. SIRന്റെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് അതോടൊപ്പം തന്നെ നോട്ടീസ് ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെക്കുറിച്ച് BLOമാർക്ക് നൽകിയ മാർഗ്ഗനിർദ്ദേശങ്ങളടങ്ങിയ കുറിപ്പിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ആദ്യം നൽകിയ സമയത്ത് നോട്ടീസ് ലഭിച്ച വോട്ടർ ഹാജരാകാതിരിക്കുകയും അതിൻ്റെ കാരണം ബോധിപ്പിച്ച് രേഖാമൂലം അപേക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ കേസ് അവസാനിപ്പിച്ചതായിട്ട് കണക്കാക്കി ലഭ്യമായ വസ്തുതകൾ പരിഗണിച്ച് ERO കാരണം വ്യക്തമാക്കി ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാണ് മാർഗ്ഗനിർദ്ദേശത്തിലുള്ളത്. മാത്രമല്ല, ജോലി സംബന്ധമായിട്ട് നാട്ടിലില്ലാത്തവരോ അസുഖമോ മറ്റ് മൂലമൊക്കെ തന്നെ ഹിയറിംഗിന് ഹാജരാകാൻ കഴിയാത്തവരോ ആണെങ്കിൽ ഈ നിർദ്ദേശം മൂലം പ്രയാസം നേരിടും. അന്തിമ പട്ടികയിൽ നിന്ന് വോട്ടർ പുറത്തായാൽ പിന്നീട് ഫോം 6 പൂരിപ്പിച്ച് അപേക്ഷ നൽകുമ്പോഴും 2002 പട്ടികയുമായി മാപ്പിങ്ങിന് കഴിയാത്തതിനാൽ തന്നെ സമാന അവസ്ഥ വീണ്ടും ഉണ്ടാകും. ഫലത്തിൽ കരട് പട്ടികയിലുള്ള പലർക്കും വോട്ടർ പട്ടികയുടെ പുറത്തേക്ക് വഴിതെളിക്കുന്നതാണ് പുതിയ നിർദ്ദേശം. ഹിയറിംഗിന് ഒരു ദിവസം ERO അല്ലെങ്കിൽ AERO പരമാവധി 180 കേസുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. ഹിയറിംഗ് സമയത്ത് BLOമാരുടെ സാന്നിധ്യം നിർബന്ധമാണ്. കരട് പട്ടികയിൽ ഉൾപ്പെട്ട ഹിയറിംഗിന് ഹാജരാകേണ്ടവരുടെയൊക്കെ തന്നെ വിവരങ്ങൾ BLOമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറി. എന്നാൽ ഹാജരാകാൻ വ്യക്തികൾക്ക് എപ്പോൾ മുതൽ നോട്ടീസ് നൽകണമെന്ന കാര്യം അറിയിച്ചിട്ടില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പാൻ കാർഡ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 ഡിസംബർ 31 വരെയാണെന്ന് ആദായനികുതി വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ നടപടിക്രമം പൂർത്തിയാക്കാത്ത പക്ഷം നിങ്ങളുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുന്നതായിരിക്കും. നിലവിൽ പാൻ ആധാറുമായിട്ട് ബന്ധിപ്പിക്കാത്ത ഉപഭോക്താക്കൾ 1000 രൂപ പിഴ ലേറ്റ് ഫീ ഒടുക്കി മാത്രമേ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ 2024 ഒക്ടോബർ 1 ശേഷം ആധാർ എൻറോൾമെൻറ്റ് ID ഉപയോഗിച്ച് പാൻ കാർഡ് സ്വന്തമാക്കിയ ഉടമകൾക്ക് 2025 ഡിസംബർ 31 വരെ യാതൊരു പിഴയും കൂടാതെ തന്നെ ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ആദായനികുതി വകുപ്പിൻ്റെ ഔദ്യോഗിക പോർട്ടലായിട്ടുള്ള www.incometax.gov.in സന്ദർശിച്ച് ക്വിക്ക് ലിങ്ക്സ് വിഭാഗത്തിലെ ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ വഴി പാൻ ആധാർ നമ്പറുകൾ വാലിഡേറ്റ് ചെയ്ത് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാവുന്നതാണ്. നിങ്ങളുടെ പാൻ ഇതിനകം തന്നെ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച സന്ദേശം സ്ക്രീനിൽ ലഭ്യമാകും. ഭാവിയിലെ സാമ്പത്തിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഈ അറിയിപ്പ് വളരെ ഗൗരവമായി തന്നെ എല്ലാവരും കാണേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരള വാട്ടർ അതോറിറ്റി BPL വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭ്യമാകുന്നതിനായിട്ട് ജനുവരി 1 മുതൽ 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. പ്രതിമാസം 15 കിലോ ലിറ്റർ 15000 ലിറ്റർ വരെ മാത്രം ജല ഉപഭോഗമുള്ള BPL വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. 2026 BPL ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായിട്ട് ആനുകൂല്യം ആവശ്യമുള്ളവരും അപേക്ഷ നൽകണം. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2026 ജനുവരി 31 മുൻപ് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 22ാമത് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണത്തിൻ്റെ കാലയളവ് ഡിസംബർ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയ കാലയളവിലായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാവുക. കഴിവതും ജനുവരി, ഫെബ്രുവരി മാസത്തിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. പുതുവർഷത്തിൽ കർഷകർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വിപുലമായിട്ടുള്ള ആനുകൂല്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഇതിനോടൊപ്പം തന്നെ കാർഷിക യന്ത്രവൽക്കരണ പദ്ധതി പ്രകാരം കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതിനുള്ള അവസരവും കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായിട്ടുള്ള പോർട്ടലുകൾ 2025 ഡിസംബർ 31 മുതൽ ലഭ്യമാകും. കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഏണി, മൺവെട്ടി, അതോടൊപ്പം തന്നെ പുൽവെട്ടി യന്ത്രങ്ങളൊക്കെ തന്നെ, പമ്പ് സെറ്റുകൾ, ഇലക്ട്രോണിക് മോട്ടോറുകൾ തുടങ്ങിയ വിവിധ ഉപകരണങ്ങൾ ഈ പദ്ധതിയിലൂടെ സബ്സിഡി നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വ്യക്തിഗതമായിട്ട് അപേക്ഷിക്കുന്നവർക്ക് 40 മുതൽ 50% വരെയും അതോടൊപ്പം തന്നെ കർഷക കൂട്ടായ്മകൾക്ക് 80% വരെയും ഒക്കെ തന്നെ സബ്സിഡി ലഭിക്കുന്നത്. ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് സ്ഥലപരിധി മാനദണ്ഡമല്ല. അപേക്ഷകർ ആധാർ കാർഡ്, ആധാറുമായിട്ട് ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വസ്തുനികുതി അടച്ച രസീത്, അതോടൊപ്പം തന്നെ ഫോട്ടോ എന്നിവയൊക്കെ സഹിതം ഡിസംബർ 31 മുതൽ അപേക്ഷിക്കേണ്ടതാണ്. അംഗീകൃത കാർഷിക ഉപകരണ വിതരണ സ്ഥാപനങ്ങൾ വഴി സൗജന്യമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകളൊക്കെ വഴി നിങ്ങൾക്ക് കർഷകർക്ക് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ, പ്രത്യേകിച്ചും വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ അടിയന്തരമായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 30 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ്.
ഇതിനായിട്ട് ആദ്യം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയോ വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിച്ച് സാക്ഷ്യപത്രം കൈപ്പറ്റണം. ഈ സർട്ടിഫിക്കറ്റും ആധാർ കാർഡിൻ്റെ പകർപ്പും ചേർത്ത് ബന്ധപ്പെട്ട പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും നിങ്ങൾ നേരിട്ട് കൈമാറേണ്ടതാണ്. ഇതിന് പുറമെ സേവന പോർട്ടലിലെ വിവരങ്ങൾ പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളവരും ഒട്ടും വൈകാതെ തന്നെ അത് സമർപ്പിക്കേണ്ടതാണ്. 2026 ജനുവരി 31 വരെയാണ് ഈ രേഖകൾ സമർപ്പിക്കാനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ ഈ ക്രമീകരണങ്ങൾ നിർബന്ധമായിട്ട് പൂർത്തിയാക്കേണ്ടതാണ്. സേവനയിൽ നിലവിൽ അവരുടെ വിവരങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിർദ്ദേശം ലഭിക്കുന്നവർ യാതൊരു മടിയും കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ വെച്ചുകൊണ്ട് ആ ഡോക്യുമെൻ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഇപ്പോൾ BPL റേഷൻ കാർഡ്, അതായത് PH പിങ്ക് റേഷൻ കാർഡിൽ നിരവധി ഒഴിവുകളുണ്ട്. ഇതിനു മുൻപ് നീല വെള്ള റേഷൻ കാർഡുകളിൽ നിന്നും പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാനുള്ളവരുടെയൊക്കെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷ കുറവായിരുന്നു. അതിനാൽ തന്നെ അപേക്ഷിച്ച ഭൂരിഭാഗം ആളുകൾക്കും കാർഡുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. പിങ്ക് കാർഡിൽ വളരെയധികം ഒഴിവ് നികത്താതെ ഉള്ളതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ മുൻഗണന BPL കാർഡിൻ്റെ സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്ന എണ്ണം കുറയ്ക്കുമോ എന്നുള്ള സംശയം അത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള നീലവെള്ള കാർഡ് ഉടമകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ഓൺലൈനായിട്ട് ഡിസംബർ മാസം 31-ാം തീയതി വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതോടൊപ്പം തന്നെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചാൽ കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ സബ്സിഡികളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ അർഹതയുള്ളവർ ഡിസംബർ മാസം 31-ന് മുൻപായിട്ട് തന്നെ അപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവില 1 ലക്ഷം കടന്നിട്ട് പിന്നോട്ടില്ലാതെ കുതിക്കുകയാണ്. പവന് 1,03,500 രൂപ കടന്നിരിക്കുകയാണ്. ശനിയാഴ്ച ഡിസംബർ 27-ാം തീയതി 22-കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 12,945 രൂപയിലും പവന് 880 രൂപ വർദ്ധിച്ച് 1,03,560 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.